ആലുവ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ 5 ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഒന്ന് മകരവിളക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ വിഷുവിളക്കുണ്ട് രാത്രി. അതേപോലെ ഉത്തരവിളക്കുണ്ട്, കൊടിപ്പുറത്ത് വിളക്കുണ്ട്. അങ്ങനെ 5 ഉത്സവങ്ങളാണ്. പിന്നെ ശിവരാത്രിയുടെ അന്ന് വിളക്കുണ്ട് രാത്രി. അങ്ങനെ 5 ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഭഗവാന്റെ പ്രതിഷ്ഠ ഒരുപാട് വ്യത്യസ്തമായൊരു പ്രതിഷ്ഠയാണ് ഇവിടെ. ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെ മണലിൻ്റെ തരി കൊണ്ടാണ് ആ പ്രതിഷ്ഠ ഉണ്ടാക്കിയിരിക്കുന്നത്. മണലിൻ്റെ തരി കൊണ്ടുള്ള ഭാരതത്തിലെ ഏക പ്രതിഷ്ഠയും ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷ്ഠ ഇരിക്കുന്നത് ഒന്നില്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള പ്രതിഷ്ഠയാവാം, അല്ലെങ്കിൽ മാർബിളിൻ്റെ ഉണ്ട്, അതുപോലെ മഞ്ഞ് കട്ടകൾ കൊണ്ടുള്ള ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ. പക്ഷേ മണൽ തരി കൊണ്ടുള്ള ഭാരതത്തിലെ ഏക ഒരു ക്ഷേത്രം ഈ ആലുവ മഹാദേവ ക്ഷേത്രമാണ്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. ഇവിടെ ബലിയിടുന്ന ചടങ്ങാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. ഇതിൻ്റെ ഐതിഹ്യം പോലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ കാൽപാദം പതിഞ്ഞൊരു മണ്ണുകൂടിയാണ്. സീതയെ അന്വേഷിച്ച് പോയ ശ്രീരാമസ്വാമി വന്നപ്പോൾ ജടായുവിൻ്റെ ചിറകുകളും മറ്റുമാണ് കിട്ടിയത്. അപ്പോൾ ശ്രീരാമസ്വാമി ബലിയിടാൻ വേണ്ടി അന്ന് അവിടുത്തെ മണൽത്തരികൾ കൊണ്ട് ഉരുളയുണ്ടാക്കി, നമ്മൾ സാധാരണ ബലിയിടുമ്പോൾ ചെയ്യുന്നത് പോലെ മണൽത്തരി കൊണ്ട് ഉരുളയുണ്ടാക്കി ബലി ദർപ്പണം ചെയ്യാൻ പോയ സമയത്ത് മഹാദേവൻ തന്നെ ആ ഉരുളയിലേക്ക്, ആ ബലിതർപ്പണത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ് ശരിക്കും ഇവിടെ ഉള്ളത്. ഇവിടെ ഉപദേവന്മാരില്ല എന്നതും ഒരു ഭയങ്കര പ്രത്യേകതയാണ്. ഏത് ക്ഷേത്രമാണെങ്കിലും ഒരു കുഞ്ഞ് ഗണപതിയുടെ രൂപമെങ്കിലും ഒരു ക്ഷേത്രത്തിലുണ്ടാവും. പക്ഷേ ഇവിടെ ഗണപതി ഭഗവാൻ പോലും ഇല്ല. അതായത് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ കർക്കിടക വാവിന് ബലിയിടുക, ശിവരാത്രിയുടെ അന്ന് രാത്രി ഉറക്കമൊഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബലിയിടുക, ഇത് രണ്ടുമാണ് അവിടുത്തെ ഒരു വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ. പിന്നെ ഭഗവാന്റെ വേറൊരു വിശേഷം, ഇവിടെ സാധാരണ അമ്പലങ്ങളിലെ ഉത്സവത്തിന് നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ആയിരിക്കും ആറാട്ട്. ഇവിടെ ഭഗവാൻ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന്, മഴക്കാലത്ത് ജലനിരപ്പ് ഉയർന്ന് ആ ജലം കൊണ്ട് തന്നെ ഭഗവാൻ ആറാടുകയാണ്. അങ്ങനെയുള്ളൊരു ആറാട്ടാണ് ഈ മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ചില വർഷങ്ങളിൽ ഒരു ആറാട്ട് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 1-2 തവണ ആറാടാറുണ്ട്. ആറാട്ട് കഴിഞ്ഞ് പിന്നെ വീണ്ടും ജലനിരപ്പ് താഴ്ന്നു കഴിയുമ്പോൾ ഭഗവാന്റെ ലിംഗം വീണ്ടും കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വൈകിട്ട് അവിടെ വിശേഷാൽ ഒരു പായസം വഴിപാടായിട്ടുണ്ടാക്കും. അന്ന് വരുന്ന ദർശനത്തിൽ വരുന്ന എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കും. അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനമായ ചടങ്ങുകളെന്ന് പ്രദോഷത്തിന് നൊയമ്പെടുക്കുക. പ്രദോഷത്തിന് നൊയമ്പെടുത്തവർ അന്ന് വൈകിട്ട് കരിക്കുമായിട്ട് വരുമ്പോൾ അത് ഭഗവാന് നേദിച്ച് പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കും. അത് അവിടുത്തെ ഒരു പ്രധാന രീതിയാണ്. പിന്നെ ഭഗവാന്റെ പൂജകൾ വെളുപ്പിന് 5 മണിക്കാണ് ക്ഷേത്രം നട തുറക്കുന്നത്. നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം ജലാഭിഷേകം, പിന്നെ കരിക്ക് ഉണ്ടെങ്കിൽ കരിക്കഭിഷേകം, പാലഭിഷേകം, അത് കഴിഞ്ഞാണ് മലർനേദ്യം, ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 മാസം ഭഗവാന് ശ്രീകോവിലുണ്ടാവും, 6 മാസം ശ്രീകോവിലില്ലാതിരിക്കും. അതായത് വിഷുവിൻ്റെ വിളക്ക് കഴിഞ്ഞാൽ, മേടമാസത്തിൽ വിഷുവിളക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് മെയ് പകുതിയോടുകൂടി ഭഗവാന്റെ ശ്രീകോവിൽ മാറ്റും. പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭഗവാന്റെ തറയും ഇതും. അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ആലിനോട് ചേർന്ന് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെയുണ്ട്. അവിടെയാണ് തിടമ്പും
ബാക്കി മറ്റു ഭഗവാന്റെ എല്ലാ സാധനങ്ങളും വയ്ക്കുന്നത്. അപ്പോൾ അല്ലാത്ത 6 മാസവും തിടമ്പും ബാക്കി ഭഗവാന്റെ എല്ലാ ഇതും 6 മാസം ഭഗവാൻ ഇവിടെയും 6 മാസം അവിടെയാണ്. അപ്പോൾ മുകളിലേക്ക് തിടമ്പ് കൊണ്ടുപോകുന്ന ദിവസം ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് അങ്ങോട്ട് തിരുമേനി കയ്യിൽ തിടമ്പെടുത്ത് അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. 6 മാസമാണ് ഭഗവാന് ഇതുള്ളത്. പിന്നെ കൂവളമാല ഒരു വിശേഷ വഴിപാടാണ് അവിടെ. പിന്നെ ഭഗവാനുള്ളത് 1000 കുടം ജലധാരയുണ്ട്. 1000 കുടം ഒരു അളവിലുള്ളൊരു കുടമുണ്ട്. അതിൻ്റെ 1000 കുടം ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്, 1000 കുടം അഭിഷേകം. അതേപോലെ വർഷത്തിൽ വളരെ എണ്ണം കുറവാണെങ്കിൽ പോലും 10000 കുടം അഭിഷേകവും അവിടെ നടക്കാറുണ്ട്. പിന്നെയുള്ളത് ക്ഷീരധാരയാണ്. അത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ചേന്നാസ് നമ്പൂതിരിപ്പാടാണ് അത് ചെയ്യുന്നത്. അത് 70 ലിറ്റർ പാലിലാണ് അഭിഷേകം നടത്തുന്നത്. ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിൻ്റെ ആ തറകളെല്ലാമാണ് ഈ ചുറ്റും കാണുന്നത്. അവിടെ നിന്നൊരു പാലം അപ്പുറത്തേക്കുണ്ട് ആലുവ ടൗണിലേക്ക്. ആലുവ ടൗണിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ടൗണിൽ നിന്ന് പാലം കിടക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം. പിന്നെ ഈ ആലുവ മണപ്പുറത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയുടെയും ഒരു ക്ഷേത്രമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ. ഇപ്പുറത്ത് അദ്വൈതാശ്രമമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ. അങ്ങനെ വളരെ ശാന്തസുന്ദരമായ ഒരു അനുഭൂതിയാണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവർക്കും. ഇത് വളരെ അപൂർവമായ ഒരു സ്ഥലം കൂടിയാണ്. അതേപോലെ ഇവിടുത്തെ ഒരു വിശേഷാൽ ചടങ്ങ് എന്ന് പറയുന്നത് കുളിച്ചു തൊഴുക എന്ന് പറയുന്നത്. കാരണം ഈ ബലിതർപ്പണം കഴിഞ്ഞ് എല്ലാവരും കുളിക്കും. അപ്പം അങ്ങനെ ഐതിഹ്യത്തിൽ ശ്രീരാമസ്വാമി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ കുളിച്ച് ഈറനോടെ ഭഗവാനെ തൊഴുക, എന്ത് ഉദ്ദിഷ്ടകാര്യവും നടക്കും. അത്രയും ഒരു വിശേഷമായ ഒരു സ്ഥലം കൂടിയാണ് ആലുവ ശിവരാത്രി മണപ്പുറം. ഇവിടെ വൈകിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള സ്ഥലങ്ങളിലും പുഴത്തീരങ്ങളിലൊക്കെ നാനാജാതി മതസ്ഥരും എല്ലാവരും അവിടെ ഒരു കാറ്റ് കൊള്ളാനും ഒക്കെ വന്നിരിക്കുകയും വൈകിട്ട് ഇതുപോലൊരു ഒരു പ്രത്യേകത നിറഞ്ഞൊരു സ്ഥലം വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പൂജകൾ, അതേപോലെ ഇവിടുത്തെ പൂജയുടെ ഐതിഹ്യം പോലും തിരുമേനിമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന് പൂജ കൊടുക്കുന്നത് ഭഗവാന്മാർ തന്നെയാണ്. അതായത് ഭൂതഗണങ്ങളും ഭഗവാന്മാരും ചേർന്നാണ് പൂജകൾ കൊടുക്കുന്നത്. അത് അർദ്ധരാത്രി പൂജകൾ കഴിക്കുകയാണ് പതിവ്. അതേപോലെ കാശി പോലെയാണ് ഇവിടെ ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഇത്. അവിടെ ആ ഒരു ഭഗവാന്റെ കല്ല് മാത്രമേ ഉള്ളൂ, ശരിക്കും ആ മണൽ വിഗ്രഹം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടുള്ളൂ. പശുക്കളും എല്ലാം കയറി കിടക്കും. സാധാരണ ക്ഷേത്രം പോലെ അത് അടയ്ക്കലോ ഒന്നുമില്ല. ഒരുപാട് വൈവിധ്യങ്ങളും ഇതുമെല്ലാം നിറഞ്ഞൊരു ക്ഷേത്രമാണ്. അതുപോലെ എടാട്ട് ഭഗവതി എന്ന ചൊവ്വരയിലൊരു ക്ഷേത്രമുണ്ട്. അത് ശരിക്ക് ഇവിടുത്തെ ഭഗവാന്റെ സഹോദരി സങ്കല്പമാണ്. അപ്പോൾ ആ സങ്കല്പത്തിന് ഉത്സവ സമയത്ത് ഒരു ദിവസം ദേവിയുടെ ഒരു എഴുന്നള്ളിപ്പുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കേ സൈഡിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നൊരു രീതിയുണ്ട്. അതിന് കൊടിപ്പുറത്ത് വിളക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷം നമ്മുടെ ഒരു ഇംഗ്ലീഷ് കലണ്ടറിലെ ഇയർ തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ മകരം 1 അന്നാണ് മകര വിളക്ക്. അന്ന് വൈകിട്ട് രാത്രി 8:30 ഭഗവാന്റെ തിടമ്പെഴുന്നള്ളിച്ചുള്ള വിളക്കിന് എഴുന്നള്ളിപ്പുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ കൊടിപ്പുറത്ത് വിളക്ക്. ഉത്തരവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ച് എടാട്ട് ദേവിയെ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന ഒരു വഴിപാട്. പിന്നെ ഉത്തരവിളക്ക് ഉത്സവമായിട്ട് 7 ദിവസമാണ്. അതിൽ ആ 7 ദിവസത്തിൽ അവസാനത്തെ ദിവസം രാത്രി 12 മണിക്കാണ് ഉത്തരവിളക്ക് എഴുന്നള്ളിപ്പ്. പിന്നെ ശിവരാത്രിയുടെ അന്ന് രാത്രി 8:30 ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പുണ്ട്. വിഷുവിനും മേടമാസത്തിലെ വിഷുവിനും രാത്രി 8:30 എഴുന്നള്ളിപ്പുണ്ട്. അങ്ങനെ 5 പ്രധാന ഉത്സവവും കൂടി ഇവിടെ ഉണ്ട്. ഈ ഭഗവാന്റെ ഈ ശിവലിംഗം ഈ മണൽ തരി കൊണ്ടുള്ള ശിവലിംഗമാണ്.
അതിലേറ്റവും വലിയൊരു പ്രത്യേകത ഈ മണൽത്തരി ഇത്രയും വർഷങ്ങളായിട്ട് അഭിഷേകങ്ങൾ ചെയ്തിട്ടും ഈ മണൽത്തരി പൊടിഞ്ഞു പോവാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതും ഒരു വലിയൊരു പ്രതിഭാസമാണ്. അതായത് വില്യമംഗലം സ്വാമിയാർ മകരസംക്രമത്തിലാണ് ഈ വിഗ്രഹം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് മകരവിളക്ക് നമ്മൾ ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. പറ്റുന്ന ഭക്തന്മാർ ഭഗവാനെ കാണാനായിട്ട് വരിക. പറ്റുമെങ്കിൽ ആ നദിയിലിറങ്ങി കുളിച്ച് ഈറനോടെ ഭഗവാനെ തൊഴാൻ പറ്റിയ അതും വലിയൊരു കാര്യമാണ്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഈ ശിവലിംഗത്തെക്കുറിച്ച് അവിടെയുള്ള മുൻ പൂജാരിമാരും അവരും എല്ലാവരും പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ശിവലിംഗം ഏതാണ്ട് 20 അടിയോളം താഴ്ചയിലേക്കുണ്ടെന്നാണ് പറയണത്. അത്രയും വലിയൊരു ശിവലിംഗമാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ ആകെ ഒരു 4 ഇഞ്ച് വലിപ്പത്തിലേ ആ ഒരു ശിവലിംഗം അവിടെ കാണുന്നുള്ളൂ. പക്ഷെ അത്രയും വലിയൊരു ശിവലിംഗമാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. അതായത് ഒരു നെല്ലിൻ്റെ വലിപ്പത്തിലാണ് ഓരോ വർഷത്തിലും ഈ ലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും മിറാക്കിളുകളും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. ശിവരാത്രിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, ഭഗവാന്റെ അടുത്തിരിക്കുന്നു, ഉറക്കമൊഴിക്കുന്നു, പിറ്റേ ദിവസം ബലിയിട്ട് തിരിച്ചു പോകുന്നു. ശിവരാത്രിയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ അവിടെ തിരക്കുള്ള സമയം. അതേപോലെ മണ്ഡല മാസം 41 ദിവസവും അയ്യപ്പന്മാരുടെ തിരക്കായിരിക്കും. അവിടെ അന്നദാനം, അയ്യപ്പന്മാർക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് അഭിഷേകങ്ങളും ഇതും നടത്തിയിട്ട് അത്ഭുതങ്ങളും, അതേപോലെ തന്നെ ഹിമാലയത്തിലുള്ള പല പല സന്യാസിമാർ പല കാലഘട്ടങ്ങളിലും എത്തിപ്പെടാറുണ്ട്. അവർ വന്ന് ഈ ആലിൻ്റെ ചോട്ടിലും എവിടെയെങ്കിലുമൊക്കെ അവരിങ്ങനെ ഇരിക്കും. അവരുടെ അടുത്ത് വരുന്ന കുറച്ച് പേരോട് ഭഗവാന്റെ കുറേ കഥകൾ പറയും. അവർ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ ഒരുപാട് ഹിമാലയത്തിൽ നിന്നുള്ള സന്യാസിമാരും ഇവരുമെല്ലാം എത്തിച്ചേരുന്നൊരു സ്ഥലവും കൂടിയാണ് ഈ സ്ഥലം. അതേപോലെ ഈ പുരാണത്തിലെ ജടായുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യത്തിലുള്ളതും ഈ ജടായുവിൻ്റെ ചിറകുകൾ വീണ സ്ഥലം കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വായ്ഭാഗം വന്നാണ് ആലുവായി. പിന്നെ ഉള്ളത് നടുങ്ങല്ലൂർ, അത് പിന്നീട് കടുങ്ങല്ലൂരായി. വാല് വീണ സ്ഥലം തിരുവാലൂരായി. അപ്പോൾ അങ്ങനെ മകരമാസത്തിൽ ഈ 3 ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തുന്നതും കൂടി ഒരു പുണ്യമാണ്. അതായത് തിരുവാലൂർ ക്ഷേത്രം, കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം, ആലുവ മഹാദേവ ക്ഷേത്രം. ഈ 3 സ്ഥലത്തും കൂടി, അതായത് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം തുടങ്ങി, പിന്നെ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി, അവിടെ നിന്ന് തിരുവാലൂർ ക്ഷേത്രത്തിൽ പോയി തിരിച്ച് വീണ്ടും ആലുവ മണപ്പുറത്ത് തന്നെ എത്തിച്ചേരുക. അതൊരു വിശിഷ്ടമായ ചടങ്ങ് കൂടിയാണ്. എത്താൻ പറ്റാവുന്ന എല്ലാ ഭക്തജനങ്ങളും എത്തുക. മകരമാസത്തിൽ ഇതേപോലെ ഒരു 3 അമ്പലത്തിൽ ഇവിടെ നിന്ന് തുടങ്ങി വീണ്ടും തിരിച്ച് ആലുവ മണപ്പുറത്ത് തന്നെ വരിക. അതും ഒരു വിശേഷാൽ ചടങ്ങാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വരിക, ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുക. ഓം നമഃ ശിവായ. Lihat ini belum hasil. Tamu pun belum hasil.